അപ്പോൾ വൈറ്റ് ഞാവൽ ബ്ലാക്ക് ഞാവൽ ഇതിലേതാണ് നല്ലത് വീട്ടിൽ വെക്കാനായിട്ട് എന്നുള്ള കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടിരുന്നത് നാടൻ ഞാവലായിരുന്നു. അത് നാടൻ ഞാവൽ പറഞ്ഞാൽ വലിയ മരമാവും ചെയ്യും, പിന്നെ ചവർപ്പും ഒക്കെ ഉള്ള ഒരു ടൈപ്പായിരുന്നു ആ നാടൻ ഞാവൽ. ഇന്നതല്ല, ഇന്ന് മാറി ഇപ്പോൾ ഹൈബ്രിഡ് ഇനങ്ങളായ വൈറ്റ് ഞാവൽ, ബ്ലാക്ക് ഞാവൽ ഒക്കെ തായ്ലൻഡിൻ്റെ ഒരു വെറൈറ്റികളൊക്കെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിന്നെ ഞാവലിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് കായ്ക്കുകയും അധികം ഉയരം വെക്കാതെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ് ഈ ഞാവലുകളൊക്കെ. വിദേശത്ത് നിന്ന് തായ്ലൻഡിൻ്റെ ഒക്കെ വൈറ്റ് ഞാവൽ, ബ്ലാക്ക് ഞാവൽ, ഈ ഞാവലുകളൊക്കെ. അപ്പോൾ നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ വെക്കാൻ പറ്റിയ അതും വെക്കാം. അപ്പോൾ വൈറ്റ് ഞാവലിൻ്റെയും ബ്ലാക്ക് ഞാവലിനെയും കുറിച്ച് ആദ്യം അറിയാം. ആദ്യം വൈറ്റ് ഞാവൽ എന്താണെന്ന് പറയുക, എന്നിട്ട് ബ്ലാക്ക് ഞാവലും പറയുക, എന്നിട്ട് തീരുമാനിക്കുക ഇതിൽ ഏതാണോ നല്ലത് അല്ലെങ്കിൽ ഏതാ വെക്കേണ്ടതെന്ന് തീരുമാനിക്കാം. അപ്പോൾ വൈറ്റ് ഞാവൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പരിചരിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഒരു വർഷം 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങുന്നതാണ് ഈ വൈറ്റ് ഞാവൽ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയും കൂടിയാണ് വൈറ്റ് ഞാവൽ. നമ്മൾ നാട്ടിൽ സാധാരണയൊക്കെ ഒരു ബ്ലാക്ക് കളറുള്ള ഞാവലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ തായ്ലൻഡിൻ്റെ ഈ ഒരു ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ വന്നതോടുകൂടി വൈറ്റ് ഞാവൽ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല അത്യാവശ്യം സൈസ് ഉണ്ട്, പിന്നെ നല്ല മധുരവും ഉണ്ട്. അധികം ഉയരം ഒന്നും വെക്കാതെ വളർത്താനും പറ്റും. പിന്നെ ചട്ടിയിലോ ഡ്രമ്മിലോ വെച്ചാൽ തന്നെ നന്നായിട്ട് ഫ്രൂട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സീസൺ ഇല്ലാതെ ഫ്രൂട്ട് ഉണ്ടാകുന്നതാണ്. അതായത് ഇപ്പോൾ വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു നല്ല പരിചരണം ആവശ്യമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഈ വൈറ്റ് ഞാവൽ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ തളിരിലയും ഒക്കെ നന്നായിട്ട് കീടബാധയും പുഴുശല്യമൊക്കെ കൂടുതലുള്ളതാണ്. അപ്പോൾ ഇല പുതിയത് വരുമ്പോൾ തന്നെ അത് എന്തെങ്കിലും ഒരു പ്രാണികളോ പുഴുക്കളോ ഒക്കെ തിന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കീടനാശിനികളൊക്കെ പ്രയോഗിക്കണമെങ്കിൽ പ്രയോഗിക്കാം. ജൈവ കീടനാശിനികൾ പ്രയോഗിക്കുന്നവരാണെങ്കിൽ അതും പ്രയോഗിക്കുന്നതാണ് നല്ലത്. എന്നാലേ ചെടിക്കൊരു വളർച്ച കിട്ടുള്ളൂ. കാരണം അതിൻ്റെ ഇലകൾക്ക് ചെറിയ മധുരം ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് നല്ല ഒരു കീടബാധ അതിൻ്റെ ഇലകൾ പെട്ടെന്ന് നശിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പുഴുവായിട്ടോ കീടങ്ങളായിട്ടൊക്കെ നശിപ്പിക്കപ്പെടുന്ന ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ml വേപ്പെണ്ണയും 1 സ്പൂൺ ലിക്വിഡ് സോപ്പും 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിരില വരുന്ന സമയത്ത് തളിച്ച് കൊടുത്താൽ കുറച്ചൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ശമനം കിട്ടും. അല്ലെങ്കിൽ ആ പിന്നെ പുതിയ വരുന്ന ഇലകളൊക്കെ തിന്ന് അങ്ങനെ നശിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കീടത്തെ നിയന്ത്രിക്കുന്ന എന്തെങ്കിലും മാർഗ്ഗങ്ങളൊക്കെ പ്രയോഗിക്കുക. പിന്നെ അതിൻ്റെ പൂവ് ഇടുകയും കായൊക്കെ വരുന്ന സമയത്ത്, പൂ പിടിക്കുന്നൊക്കെ ഒരു സമയത്ത് അതിൻ്റെ ഇലകളിലും പൂക്കളിലൊക്കെ ചെറുതായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വിതറി കൊടുത്താൽ കീടബാധകൾക്ക് ഒരു ശമനം ഉണ്ടാവും. അങ്ങനെ കുറച്ചൊരു പരിചരണം ആവശ്യമുള്ള ചെടി കൂടിയാണ് ഈ വൈറ്റ് ഞാവൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാവും, നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്, അധികം ഉയരം വെക്കൂല. പിന്നെ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഫ്രൂട്ടൊക്കെ നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടി ഒതുക്കി നിർത്തിയാൽ ഒന്നുകൂടി നല്ല ഉയരം വെക്കാതെ നല്ല പടർന്ന് വളരുകയും ചെയ്യും. അധികം നല്ല ഉയരത്തിൽ പോകില്ല. ഇനിയിപ്പോൾ നിലത്താണെങ്കിലും നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ ചട്ടിയിലോ ഡ്രമ്മിലോ വെച്ചാലും നന്നായിട്ട് ഉണ്ടാകുന്നൊരു നമ്മളെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഈ വൈറ്റ് ഞാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ട് ഉണ്ടായിട്ട് 2.5 മാസം കൊണ്ട് പഴം പാകമായി തുടങ്ങും. അപ്പോൾ ഈ ഒരു പച്ച, ഈ ഒരു വൈറ്റ് കളറിൽ നിന്ന് ലൈറ്റ് പിങ്കിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ പാകമാവുന്നത്. പഴം പാകമായി എന്ന് അറിയുന്നത് ഒരു ലൈറ്റ് പിങ്കിലേക്ക് ആ കളറൊന്ന് ചേഞ്ച് ആവും. അപ്പോഴാണ് പറിച്ചെടുക്കേണ്ടത്. അപ്പോൾ നല്ല മധുരമാണ് പഴത്തിന്. അല്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ചവർപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ലൈറ്റ് പിങ്ക് വരുന്ന സമയത്ത് പൊട്ടിച്ചെടുത്ത് കഴിക്കുന്നതാണ് നല്ലത്. ഇനി ബ്ലാക്ക് ഞാവൽ എന്താണെന്ന് നോക്കാം, എത്ര വർഷം കൊണ്ട് കായ്ക്കും നോക്കാം. ബ്ലാക്ക് ഞാവലും തായ്ലൻഡിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകും. നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാന്റാണ് ഈ ബ്ലാക്ക് ഞാവൽ എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ നാട്ടിലും വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ്.
അപ്പോൾ അധികം പിന്നെ ഈ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ബഡ് തൈ വാങ്ങി വെക്കുകയാണെങ്കിൽ അധികം ഉയരത്തിൽ പോകുന്നില്ല. നല്ല പിന്നെ ഇനിയിപ്പോൾ സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഞാവലിൻ്റെ വെറൈറ്റികൾ. അപ്പോൾ ഈ ബ്ലാക്ക് ഞാവൽ 2-2.5 വർഷം കൊണ്ടാണ് ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങുന്നത്. പിന്നെ അത്യാവശ്യം സൈസുള്ള ഫ്രൂട്ടാണ്. ഏകദേശം 30 ഗ്രാം 40 ഗ്രാമൊക്കെ വരെ തൂക്കം വരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ബ്ലാക്ക് ഞാവൽ. അതായത് വൈറ്റ് ഞാവലിനേക്കാളും കുറച്ചും കൂടി വലിയ പഴങ്ങളാണ് ബ്ലാക്ക് ഞാവലിനുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടാവും. പക്ഷേ വർഷത്തിൽ ഒരിക്കലേ ഇത് ഒരു സീസണുള്ള ഫ്രൂട്ടും കൂടിയാണ്. വൈറ്റ് ഞാവൽ എന്ന് പറഞ്ഞ വർഷത്തിൽ 2-3 തവണയൊക്കെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബ്ലാക്ക് ഞാവൽ അങ്ങനെയല്ല. വർഷത്തിൽ ഒറ്റ തവണ മാത്രമേ ബ്ലാക്ക് ഞാവൽ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. ഒറ്റ തവണ മാത്രമേ പൂക്കുകയും ചെയ്യുന്നുള്ളൂ. വർഷത്തിലൊരു പ്രാവശ്യമാണ് ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. പക്ഷേ വൈറ്റ് ഞാവലിനേക്കാളും കുറച്ചുകൂടി വലിയ പഴങ്ങളാണ്. പിന്നെ 2-2.5 വർഷം എടുക്കുന്നുണ്ട് ഇത് ഫ്രൂട്ട് ഉണ്ടാവാനായിട്ട്. ഇതിൻ്റെ പഴങ്ങൾ ആദ്യം ഒരു പച്ച കളറിലും പിന്നെ ഒരു ചുവപ്പ് കളറും പിന്നെ ബ്ലാക്ക് കളറാവുമ്പോഴാണ് മൂപ്പെത്തുന്നത്. ബ്ലാക്ക് കളറാവുമ്പോഴാണ് ഫ്രൂട്ട് പാകമാവും എന്ന് അറിയുന്നത്. അപ്പോൾ ആ പച്ച കളറിൽ നിന്ന് ചുവപ്പ് കളറിലേക്കും പിന്നെ ബ്ലാക്ക് കളറിലേക്കും വരുമ്പോഴാണ് അത് പറിച്ചെടുത്ത് കഴിക്കേണ്ടത്. അതിൻ്റെ മുമ്പ് പറിച്ചെടുത്ത് കഴിക്കാൻ ചിലപ്പോൾ ചവർപ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പിന്നെ ഈ ബ്ലാക്ക് ഞാവൽ ഒരു ഓർണമെൻ്റൽ പ്ലാന്റും കൂടിയായിട്ടും നമ്മളെ വീട്ടുമുറ്റത്തോ അതിൻ്റെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലൊക്കെ വെക്കാൻ പറ്റിയതാണ്. കാരണം വൈറ്റ് ഞാവലിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കാണപ്പെടുന്നുണ്ട് ഈ ബ്ലാക്ക് ഞാവൽ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ആദ്യം വൈറ്റ് വെക്കുന്നതാവും നല്ലത്. കാരണം വർഷത്തിൽ 2-3 തവണ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് ഫ്രൂട്ട് ആയി കിട്ടുന്നുണ്ട്. ബ്ലാക്ക് ഞാവലാവുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. വർഷത്തിലൊരിക്കലേ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈറ്റ് ഞാവൽ ആദ്യം വെക്കുന്നതായിരിക്കും നല്ലത് തോന്നി. അത്യാവശ്യം നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്.